എല്ലാവർക്കും നമസ്കാരം. അധികം ഒരുപാട് പ്രേമികളില്ലാത്തൊരു ഗെയിമാണ് ചെസ്സ്. അപ്പം ചെസ്സിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. 2024 സിംഗപ്പൂരിലാണ് അതിൻ്റെ വേദിയായിട്ട് ഉള്ളത്. അപ്പം ചെസ്സിനെ സംബന്ധിച്ചോളം മറ്റ് ഗെയിമുകൾ കണക്കല്ല, കുറച്ചൊരു എന്താ പറയുക, മെൻ്റലി ഒരുപാട് സ്ട്രെസ്സുള്ള ഗെയിമാണ്. അത് കണക്ക് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കഴിഞ്ഞൊരു 12 ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് ഡ്രോൺ വന്നിട്ടുണ്ട്. 2-3 ഗെയിംസ് ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ ഗെയിം 11ാമത്തെ ചെസ്സിൻ്റെ ഗെയിം ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അവസാനത്തെ നിമിഷത്തിൽ ടിങ് ചെയ്ത ചെറിയൊരു ബ്ലണ്ടറാണ് ശരിക്കും ഇന്നലെ ഗുകേഷ് ജയിക്കാനുണ്ടായ കാരണം. ഒരു ഹെഡ് സാക്രിഫൈസ് എന്ന രീതിയിൽ ഗുകേഷ് സ്വന്തം ഹെഡ് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂണിനെ ഫ്രണ്ടിൽ ഇറക്കി അതിനെ സാക്രിഫൈ ചെയ്ത് കിടക്കുന്നൊരു ഗെയിമായിരുന്നു. ഇന്നലെ ഹെഡ് സാക്രിഫൈസ് വഴി ഗുകേഷിന് ക്യൂണിനെയും റൂക്കിനെയും അറ്റ പോയിൻ്റ് എടുക്കാമായിരുന്നു. ആ രീതിയിലായിരുന്നു ഇന്നലെ ഗെയിം പോയത്. അപ്പോൾ പിന്നെ നല്ലൊരു അറ്റാക്ക് മോഡായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ. പക്ഷേ ഇന്നത്തെ ഗുകേഷിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫൻഡ് മോഡലായിട്ടായിട്ട് മാറി. അപ്പം ഗുകേഷ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്നത്തെ ഗെയിം. മേ ബി ഗുകേഷ് ഒരു ഡ്രോ ആ രീതിയിൽ നോക്കിയതാവാം, മേ ബി അറിയണോ. പക്ഷേ ടിങ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കംബാക്ക് ആയിരുന്നു ഇന്നത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഭയങ്കര അറ്റാക്ക് മോഡിലായിരുന്നു ഫുള്ള് കളി മുന്നോട്ട് പോയത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ടിങ് ജയിച്ച് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇനി ഒരു പല തരത്തിൽ ഈ കളി മുന്നോട്ടെടുക്കാമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ആ പോൺസിനെ എടുത്ത് ഫ്രണ്ട് വെച്ചാൽ തന്നെ നമുക്കൊരു ക്യൂണിനെ എടുക്കാം. അത് വെച്ച് തന്നെ ഗെയിം അവിടെ കളി മാറി. ടോട്ടലി ആ ഗെയിമിൻ്റെ ആ ഒരു ടൈം മാറിക്കഴിഞ്ഞു. പക്ഷേ ടിങ് ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കളി എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ്സ് മാത്രമേ റിമൈനിങ് ഉള്ളായിരുന്നു. എന്നിട്ട് കൂടി ടിങ് വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് എനിക്ക് പറഞ്ഞാൽ ഗുകേഷിന് ചെയ്യേണ്ടാത്തൊരു ഗെയിമായിരുന്നു ആ പോൺസിനെ എടുത്ത് ഫ്രണ്ട് വെച്ചത്. ഉടനെ ഗുകേഷ് ഫ്രണ്ടിലോട്ട് പോയി ഒരു ചെക്ക് കൊടുത്തു. അടുത്തതിൽ